ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിനെ പറ്റി സംസാരിക്കാനാണ് വന്നേക്കണെന്ന്. അതെ, സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉള്ള അമ്മമാർക്ക് ഏറ്റവും വലിയ ടെൻഷൻ ആയിരിക്കും അവരുടെ തലയിൽ വരുന്ന ഈരും പേനൊക്കെ. ഇത് പോവാനായിട്ടുള്ളൊരു കിട്ടില മരുന്നാണിത്. ഇത് മരുന്നെന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഷാമ്പു. ഒരു ഷാമ്പു ആണിത്. ആ ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നല്ല കിട്ടില്ല റിസൾട്ട് കിട്ടും. ഷാമ്പു ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഐറ്റം, ഐവോമെക്റ്റിൻ ഷാമ്പു. ഈ ഒരു ഷാമ്പു ഞാനൊരു +2 പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മൾ നനഞ്ഞ മുടി കെട്ടി വെച്ച് വന്ന പേന ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സംഭവം. എനിക്കിത് യൂസ് ചെയ്ത് ഒരൊറ്റ ടൈം കൊണ്ട് തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയ സാധനമാണ്. അങ്ങനെയാണ് ഞാനിപ്പോ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 ml ഓഫ് പ്രോഡക്റ്റിന് വരുന്നത് 130-120 രൂപ എടുക്കുകയാണ്. ഈ ഒരു സാധനം നമ്മൾ ഒരൊറ്റ തവണ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ തലയിലെ പെയിൻ കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. അതിൽ ഒറ്റ സംശയം വേണ്ട, ഉറപ്പായിട്ടും തലയിലെ പെയിൻ കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. മാർക്കറ്റിൽ ഇത് കൂടാതെ ഒരുപാട് ഇങ്ങനെ പെയിനൊക്കെ പോകുന്ന മെഡിസിൻസ് അവൈലബിൾ ആണെങ്കിലും അതിന്റെയൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോ യൂസ് ചെയ്ത് ആ പെയിൻ പോയി കുറച്ചാൾ കഴിയുമ്പോൾ വീണ്ടും വരും. അതേപോലെ അതുകൊണ്ട് ഈര് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഈ ഒരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിലുള്ള പെയിൻ പോകുന്നതിന്റെ ഒപ്പം തന്നെ തലയിൽ ഉണ്ടാവുന്ന ഈരും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെ മാറ്റാൻ പറ്റും. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ഒരു ഷാമ്പു ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ തലയിൽ നന്നായിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യാം. സ്കാൽപ്പിൽ മസാജ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റത്തേക്ക് അതങ്ങനെ വിട്ടേക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ സാധാരണ വെള്ളത്തിൽ നന്നായിട്ട് മുടി വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ടവൽ കൊണ്ടിട്ട് ഒന്ന് ഡ്രൈ ചെയ്യാം. ഡ്രൈ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ചീപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈരി കൊടുക്കാം. ഈരണം എന്ന് നിർബന്ധമുള്ള കാര്യമല്ല, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഈരിയാൽ മതി. ഈരി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ തലയിൽ ചത്തിരിക്കുന്ന പേനൊക്കെ ആ ഈരുമ്പോ താഴേക്ക് പോരും. ഇനി നിങ്ങൾക്ക് ഈര് കളയണം എന്നാണെങ്കിൽ ഇതിപ്പോ നിങ്ങൾ ഇന്നൊരു ശനിയാഴ്ചയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചോ, ഇതേപോലെ തന്നെ അടുത്ത ശനിയാഴ്ച ഇത് ഒന്നും കൂടെ ഉപയോഗിക്കാം. ഇതൊന്നുകൂടി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ തലയിലുള്ള ഈരും കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. ഞാൻ ഗ്യാരണ്ടി പറയാണ്, ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തലയിലുള്ള പെയിനും ഈരും 100% പോകും. പിന്നെ നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും തലയിൽ ഈ പെയിൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ തലയിലേക്ക് കയറാതെ സൂക്ഷിക്കാം. ഈ ബോട്ടിലിൽ അവർ ഡയറക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. വാർണിംഗ് ഉണ്ട്. ചില ആൾക്കാർക്ക് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് അലർജിക് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം വാങ്ങി യൂസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.